السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا ومولانا ومرشدنا ومربينا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ ആയത്താണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഓതിക്കേൽപ്പിച്ചത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം പൂർണ്ണമാവാനും അവൻ്റെ ജീവിത ലക്ഷ്യം പൂർണ്ണമായി നേടാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയത് അള്ളാഹുവിൻ്റെ ഹബീബിനെയാണ്. സത്യത്തിൽ ഒരു മനുഷ്യനെ വിജയത്തിൻ്റെ സമഗ്രമായ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നതും അവിടുത്തോടുള്ള സ്നേഹമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒരു സഹസ്രാബ്ദം കഴിഞ്ഞ് കടന്നിട്ടും ഒരു മഹാജീവിതത്തിൻ്റെ വേർപാടിനെ ഓർക്കുന്നിടത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു സങ്കടം നിലനിൽക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതിനേക്കാൾ പ്രസന്നവും അതിനേക്കാൾ സുന്ദരവുമായ മറ്റൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അവിടുത്തെ വഫാത്തിനേക്കാൾ ഇരുളടഞ്ഞ ദിവസവും ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുമ്പോൾ വിയോഗ സമയത്ത് സ്വഹാബത്ത് കാണിച്ച ദുഃഖം റസൂലും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആയമാണ്. പുണ്യനബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ തിരുസന്നിധിയിൽ വന്നവർ പിന്നെ നബിയെ സ്നേഹിക്കുകയാണ്. അഷ്റഫുൽ ഖൽക്കിൻ്റെ ചാരത്ത് നിന്നവർ ഹബീബിനോട് വലിയ ബന്ധമുണ്ടാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ആ ജീവിതം ആപാദചൂടം നീതിയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും നല്ല മാതൃകയായി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം പോലും ഒരു ജനത ദുഃഖത്തോടെ കാണുകയും ആ ദുഃഖത്തിൻ്റെ ഓർമ്മകളിൽ പെയ്തിറങ്ങുന്ന കണ്ണുനീരിൻ്റെ സാക്ഷ്യത്വം വഹിക്കും വിധം അഷ്റഫുൽ ഖൽക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ നിൽക്കണം എന്നതുകൊണ്ടാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ കണ്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നാട് വിട്ടുപോയി. മറ്റൊന്നും കൊണ്ടല്ല, അഷ്റഫുൽ ഖൽക്കിൻ്റെ പാവനമായ ഓർമ്മകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന മദീനയിൽ ജീവിക്കാൻ സാധ്യമാക്കാത്ത വിധം അഷ്റഫുൽ ഖൽക്കിനോട് അടുത്തു നിന്നിരുന്നു ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഓർക്കണം, എന്തിനേക്കാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങാനം കൊല ചെയ്യപ്പെട്ടോ എന്ന വാർത്ത ഉഹദിൻ്റെ രണാങ്കളത്തിൽ കേൾക്കവെയാണ് ഒരു സഹോദരി ആകലങ്ങളിൽ നിന്ന് ഓടി വരുന്നത്. അവർ വരുമ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ട്, നീ വരുന്നത് നിന്റെ ഭർത്താവിനെ തിരഞ്ഞിട്ടാണോ? എന്നാൽ അത് സംഭവിച്ചു പോയി. ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു പോയി. തിരിച്ചങ്ങനെ പോകുമ്പോഴൊക്കെ പിതാവ് കൊല്ലപ്പെട്ട വാർത്തയും മകൻ കൊല്ലപ്പെട്ട വാർത്തയും അറിയുന്നുണ്ട്. പക്ഷേ അവസാനം തൻ്റെ ഹബീബ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന വാർത്തയുടെ മുന്നിൽ ഈ മുഴുവൻ ദുഃഖങ്ങളും മറക്കാൻ പറ്റുന്ന സ്നേഹമാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയും മരണത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പുണ്യ നബിയുടെ വഫാത്തും ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും വലിയ പാഠം ഒരു മനുഷ്യൻ്റെ ജീവിതം നക്ഷരം എന്ന ബോധ്യമാണ്. മറ്റൊരു കാര്യം ഞങ്ങൾ അറിയേണ്ടത്, ചരിത്രത്തിൻ്റെ ഇന്നലകളിലൂടെ കടന്നുപോയാൽ ഒരുപാട് ആളുകളുടെ ജീവിതവും മരണവും നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ ഖാറൂൻ എന്ന വലിയ ധനികന്റെ കഥ പറയുന്നുണ്ട്. ആ സമൂഹത്തിലെ വലിയ പ്രമാണിയും വലിയ കുബേരനുമായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകുന്നത് ഒരു സ്വപ്നമായി കണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവസാനം ഖാറൂനെയും അവൻ്റെ കുടുംബത്തെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിലേക്ക് താഴ്ത്തി കളയുന്നുണ്ട്. അവിടെ ആ മനുഷ്യൻ്റെ പിറകെ ആ ജനത നടന്നത് എത്ര സമയമെന്നോ ആ മനുഷ്യൻ്റെ മരണം വരെ മാത്രമാണ്. ശേഷം ഖുർആൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്? ഒറ്റ വിഭാഗം ആളുകൾ മാത്രമാണ്.
ഏതെങ്കിലും അർത്ഥത്തിലുള്ള സാമ്പത്തിക വലിപ്പമോ പ്രശസ്തിയുടെ വലിപ്പമോ കൊണ്ടല്ല, മറിച്ച് ജീവിതത്തിൽ സസൂക്ഷ്മമായി അള്ളാഹുവിനെ ഭയക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പാരത്രിക ജീവിതത്തിൻ്റെ വലുപ്പം ആർക്ക് ലഭ്യമാകുമെന്നോ, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഭൂമിയിൽ ആളാവണമെന്ന് ആഗ്രഹിക്കാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്കുമാകുന്നു. ബഹുമാന്യരെ, അഷ്റഫുൽ ഖൽക്കിലേക്ക് നോക്കൂ. ജീവിതത്തെ അത്രമേൽ ഹൃസ്വമാക്കിക്കൊണ്ട് അവിടുത്തെ നടത്തത്തിൻ്റെ രീതി പോലും ഒരു കുന്നിറങ്ങി വരുന്ന ആളെ പോലെ വളരെ സൂക്ഷ്മമായി അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്ന റബ്ബിൻ്റെ അടിമ മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന സർവോത്കൃഷ്ട ജീവിതത്തിൻ്റെ മുഴുവൻ മാതൃകാ സമ്പന്നൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്നതിൻ്റെ മാതൃകകൾ നമുക്ക് മുന്നിലുണ്ട്. നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടുകൂടി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.